അഡ്വൈസറി ബോർഡിലെ എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് പറയാനുള്ളത്. നമ്മുടെ ICC ബാങ്കിൻ്റെ CMS സംവിധാനം ഓപ്പണായി. അതുപോലെ തന്നെ SBI ബാങ്കിൻ്റെ CMS അല്ല വരുന്ന CMP ആണ്. എത്ര രൂപ വേണമെങ്കിലും 1000 കോടിയാണെങ്കിലും അയക്കാൻ പറ്റാവുന്ന സംവിധാനം ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ നിന്നും നമ്മൾ ക്യാഷ് അയച്ചിട്ടുണ്ട്. ഇന്നലെ പുലർച്ചെ നമ്മൾ ക്യാഷ് അയച്ചിട്ടുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിലാണ് അയച്ചിട്ടുള്ളത്. 300ഓളം പേർക്ക് 21-ാം തീയതിയിലെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അയച്ചിട്ടുള്ളത്. ഓക്കെ, അത് ബാങ്ക് മാനേജർ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. ബാങ്ക് മാനേജർ ഉണ്ടായിരുന്നു ഇന്നലെ പകൽ 5 മണിയോളം നമ്മുടെ കൂടെ തന്നെ ബാങ്ക് മാനേജർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ തരത്തിൽ നമ്മൾ ക്യാഷ് അയച്ചു. അതെല്ലാവർക്കും ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതായത് ഇന്നലെ പുലർച്ചെ അയച്ചത് ഇന്ന് ഈ സമയത്ത് എനിക്ക് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ക്രെഡിറ്റ് മെസ്സേജുകൾ ഞാൻ നിങ്ങൾക്കിപ്പോൾ പാസ് ചെയ്യാം. അപ്പോൾ ഈശ്വരാനുഗ്രഹവും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പോലെ തന്നെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് 2 ബാങ്ക് കൂടി നമുക്ക് ഓപ്പൺ ആവാനുണ്ട്. ആ ബാങ്കിൽ നിന്ന് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യണം. നമുക്ക് ഏകദേശം ഒരു 3 ദിവസമെങ്കിലും പിടിക്കും. ചിലപ്പോൾ ബുധനാഴ്ചയോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്ക് ഓപ്പൺ ആവുക. HDFC ബാങ്ക് ഓപ്പൺ ചെയ്ത് കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ക്യാഷ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതുപോലെ തന്നെ ട്രേഡിംഗ് ഫണ്ടിൽ നിന്നും ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റണം. അത് കഴിഞ്ഞാൽ വരുന്ന വീക്കോട് കൂടി തന്നെ നമുക്ക് പേയ്മെൻറ്റ് സാധാരണ രീതിയിലാക്കാം. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഈ തിങ്കളാഴ്ച, അതായത് നാളെ 21-ാം തീയതി കഴിഞ്ഞിട്ട് അടിച്ചിട്ടുള്ള എൻട്രികൾ ഒരുപാട് പുതിയ ആളുകളുണ്ട്. അവരുടെ പേയ്മെൻറ്റുകളെല്ലാം വിടുകയാണ്. ഒറ്റ പേയ്മെൻ്റ് ആയിട്ട് തന്നെ എല്ലാവർക്കും പേയ്മെൻറ്റ് കൊടുക്കുന്ന തരത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കിയുള്ളവരുടെ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളായിട്ട് തന്നെയായിരിക്കും നമുക്ക് ഇപ്പോൾ അയക്കാൻ പറ്റും. കാരണം കൂടുതൽ എമൗണ്ടുകൾ നമുക്ക് മറ്റു ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ അതായത് ദുബായുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ടാവും. ഏകദേശം ഒരു 1.5 മാസത്തിനുള്ളിൽ തന്നെ ഫോറക്സ് ട്രേഡിങ്, അതുപോലെ തന്നെ ജനറൽ ട്രേഡിങ്, ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, BTC ട്രേഡിങ്, എല്ലാ കാര്യങ്ങളും നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജസ്റ്റ് ഒരു 1.5 മാസത്തിനുള്ളിൽ തന്നെ. ഓക്കെ, അത് കഴിഞ്ഞാൽ അവിടേക്ക് നമുക്ക് ബിസിനസ് എടുക്കാവുന്നതാണ്. BTC ആയിട്ട് ബിസിനസ് എടുക്കാവുന്നതാണ്. ഡോളറായിട്ടോ മറ്റുള്ള തരത്തിലായാലും ബിസിനസ് നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അതിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് അഡ്വൈസറി ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരോടും കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവിടേക്ക് വരേണ്ടതായ ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ.